ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോൾ പോയ മുടിയാണ് ഈ കാണുന്നത്. നിങ്ങൾക്കറിയാലോ, ഡെലിവറി കഴിഞ്ഞ് 3ാമത്തെ മാസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഈ ഹെയർ ലോസ്. അപ്പോൾ അത് എൻ്റെ ഹെയർ ലോസ് ഇങ്ങനെയാണ്. ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാട്ടോ. ഭയങ്കര വിഷമാവും. എനിക്ക് ഓൾറെഡി ലെങ്ത് ഇല്ലാത്ത ഹെയർ ആണ്, അതുപോലെ തന്നെ വോളിയവും ഇല്ല. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ പുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാൻ പറയാലോ, കഴുത്തും മുഖം തമ്മിൽ ഭയങ്കര ഡിഫറൻസ്. പുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുടി ഉണക്കണം. അതിക്ക് മുമ്പ് ഞാൻ നിങ്ങളെ കുളിച്ചപ്പോൾ ഇതായ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നോക്കിക്കോട്ടാ, ഇതെവിടെയാണ്? ഇവിടെ ഒന്നുമില്ല കേട്ടോ, മുടി ഒന്നുമില്ല. ഇനി ഞാൻ ഇതുകൊണ്ടൊന്ന് ഉണക്കി മുടിയൊക്കെ നല്ല സെറ്റ് ചെയ്തിടും. അപ്പൊ നിങ്ങൾ കണ്ടോട്ടാ എന്താ വ്യത്യാസം. എൻ്റെ ലൈഫിൽ ഇതുപോലെ ഹെയർ ലോസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഷുഗർ പേഷ്യൻ്റ് ആയിരുന്ന സമയത്ത്, ഇൻസുലിൻ ഒന്നും എടുക്കാതിരുന്ന സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നു അന്നേരം ഷുഗർ ആണെന്ന്. ആ ടൈമിൽ ഇതുപോലെ ഹെയർ പോകുന്നു. പിന്നെ നമ്മൾ ഇൻസുലിനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അതങ്ങ് നോർമലായി. വലിയ കൊഴിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ടെൻഷൻ, സ്ട്രെസ് അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ കൊഴിയുള്ളായിരുന്നു. ഇത് നോർമലായിട്ടുള്ള കേസാണ്. ആഫ്റ്റർ ഡെലിവറി ഇത് നോർമലാണ്. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കേസ് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു എന്താ പറയുക ബയോട്ടിൻ ടാബ്ലറ്റ് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടായിരുന്നില്ലേ ഹെയർ, അത് ഞാൻ എന്താ പറയുക സെറ്റ് ചെയ്ത സമയത്ത് പോയത്. ഇത് ഞാൻ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഇനി ഇതുപോലെ ഇരും. രാവിലെ എഴുന്നേക്കണമെന്നില്ല, ഉച്ചയ്ക്ക് ഇരിയാലും ഇതേ അവസ്ഥ തന്നെയാണ്. ഇതുപോലെ ഹെയർ പോകും. പിന്നെ ബെഡിലൊക്കെ നിറച്ച ഹെയറാണ്. അവൻ്റെ അതായത് ആന്ധ്രയുടെ, അതായത് കൊച്ചിൻ്റെ മേത്ത് നിന്നൊക്കെ അലസിയാണ് ഹെയർ എടുത്ത് കളയുന്നത്. അതുപോലെ ഹെയറാണ്. പിന്നെ കൊച്ചിൻ്റെ കയ്യിലൊക്കെ നിറച്ചും ഹെയർ ആയിരിക്കും. എൻ്റെ മുടി പിടിച്ച് വലിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ കൂട്ടത്തോടെ ഇരിക്കും ഹെയർ. അതുപോലെയാണ്. അപ്പോൾ ആരും വിഷമിക്കേണ്ട, ഇത് നോർമലായിട്ടുള്ള കേസാണ്. എനിക്ക് തോന്നുന്നത് എല്ലാവരെക്കാളും കുറച്ചും കൂടി പൊടിക്ക് ഹെയർ ലോസ് എനിക്ക് കൂടുതലുണ്ടാവുന്നു. കാരണം ഈ ഒരു സമയം എനിക്ക് ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു സമയമായിരുന്നു. നിങ്ങൾ ഇതിൽ കാണുമ്പോൾ അറിയാം, എൻ്റെ ഒരു വശത്ത് കവൾ ഒരു വശത്ത് വീർത്തിരിക്കുന്നത്. അത് വേറൊന്നല്ല, എൻ്റെ അണപ്പല്ലിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആന്ധ്രേനെ നോക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. ഈവൻ അലസോൻ്റെ ഫാമിലി എൻ്റെ കൂടെയില്ല, എൻ്റെ ഫാമിലി എൻ്റെ കൂടെയില്ല. അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളുണ്ട്. പിന്നെ അവൻ്റെ ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളായിട്ട് അതിന് വേറെ ടെൻഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായത് ഈ ഹെയറിൽ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ടെൻഷൻ അടിക്കാതിരിക്കുക. ഇത് പറയാൻ ഒരു വോയിസും എനിക്കില്ല, എന്നാലും ഞാൻ പറയുകയാണ്. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ടാബ്ലറ്റ് എടുക്കുക, അയൺ, B12, അതുപോലെ ബയോട്ടിനൊക്കെ എടുക്കുക, അങ്ങനെ സിങ്ക്, പിന്നെ വിറ്റമിൻ C അതൊക്കെ എടുക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് കരുതുക. കാരണം ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി നിൽക്കും എന്ന് ഞാനും വിചാരിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക.